പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി മൊബൈലിൽ അവാർഡ് വാങ്ങി നയനയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അനിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അനാമിക വരുന്നുണ്ട്. അനി അവാർഡ് വാങ്ങി നിൽക്കുന്ന നയനയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ അനാമികക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, ടി വിയിൽ ഇത് വന്നതായിരുന്നല്ലോ, അപ്പോൾ നീ ഇത് കണ്ടിരുന്നില്ലേ? അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ വാർത്ത കണ്ടിരുന്നു, അതും പോരാഞ്ഞിട്ടാണോ നീ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ, ഏട്ടത്തി അവാർഡ് വാങ്ങി നിൽക്കുന്നത് കാണാൻ നന്നായിട്ടുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അനിയത്തി അവാർഡ് വാങ്ങിയതാണെങ്കിലും അതിൻ്റെ മൊത്തം അഹങ്കാരം ഏട്ടത്തിക്ക. എടാ, നീ ന്യൂസ് കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതിലെവിടെയെങ്കിലും നീ വല്യമ്മയെ കണ്ടിരുന്നോ? അങ്ങനെയാടാ, അന്തസ്സുള്ളവരാരും ഇതൊന്നും കാണാൻ പോകില്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, വല്യമ്മ പോയത് കൊണ്ടാണ് ഏട്ടത്തി ആ ഫംഗ്ഷനിൽ പോയത് തന്നെ. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിൻ്റെ വല്യമ്മ എവിടെ? അപ്പോൾ അനി പറയുന്നുണ്ട്, ഏട്ടത്തി അവാർഡ് വാങ്ങുന്നത് കണ്ടിട്ടായിരിക്കും വല്യമ്മ അവിടെ നിന്ന് തിരിച്ചത്, അല്ലാതെ ഏട്ടത്തി അവാർഡ് വാങ്ങിക്കില്ല. അതൊക്കെ അവളുടെ നാടകമാണ്. ഏത് നാലാംകിട അവാർഡ് ആര് കൊടുത്താലും അതൊക്കെ അവൾ പോയി വാങ്ങിക്കും. ഇപ്പോൾ ഈ അവാർഡ് തന്നെ നിൻ്റെ ഏട്ടൻ തരപ്പെടുത്തി കൊടുത്തതാണോ എന്നാണ് എൻ്റെ സംശയം. ആദർശേട്ടൻ ചാനലുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണല്ലോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കുന്ന ആളല്ല എൻ്റെ ഏട്ടൻ. അർഹിക്കുന്നത് മാത്രം കൈ നീട്ടി വാങ്ങണം എന്നാണ് ഞങ്ങളുടെ മുത്തശ്ശൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, 2 മരുമകൾ ഈ വീട്ടിലേക്ക് വന്നതോടെ മുത്തശ്ശൻ്റെ ആദർശങ്ങളൊക്കെ കാലഹരണപ്പെട്ടു. ഇനി അതൊന്നും ഈ വീട്ടിനകത്ത് നടക്കില്ല. എന്നാൽ പിന്നെ ഏട്ടത്തിക്ക് അവാർഡ് കിട്ടിയതല്ലേ, അത് ചൂടോടെ അയച്ചു കൊടുക്ക് അവരുടെ അനിയത്തിയായ നന്ദുവിന്. അവരുടെയൊക്കെ സന്തോഷമാണല്ലോ നിൻ്റെ സന്തോഷം. അനാമികയുടെ സംസാരം കേട്ട് അനിക്ക് നന്നായി കോപം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കഴിവ് കെട്ട നീ കഴിവുള്ള എൻ്റെ ഏട്ടത്തിയെ അനുകരിക്കാൻ നോക്ക്, അതുപോലെ അനുസരിക്കാനും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളോട് പറഞ്ഞാൽ മതി ഇതൊക്കെ. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ സ്ഥാനം പോലും ഞാൻ നിൻ്റെ ഏട്ടത്തിമാർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എന്ന് പറഞ്ഞ് അനി അവിടുന്ന് പോകുന്നുണ്ട്. ഏതായാലും വടി കൊടുത്ത് അടി വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ അനാമിക. അനി ആ പറഞ്ഞത് തീരെ സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അനാമികക്ക്. ആ ഷോക്കിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയും നയനയെയുമാണ്. ദേവയാനി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. നയനയെ ദേവയാനി നിർബന്ധിച്ച് ആദർശൻ്റെ ഓഫീസിലേക്ക് പോകാൻ പറയുകയാണ്. അങ്ങനെ നയന ആദർശൻ്റെ ഓഫീസിലെത്തി. ആദർശാണെങ്കിൽ നയനയെ കാത്തു നിൽക്കുകയാണ്. നയനയെ കണ്ടതും ആദർശിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പുരസ്കാരത്തിനൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പുരസ്കാരത്തിന് മാത്രം ഉമ്മ കൊടുത്താൽ പോരല്ലോ, അത് കിട്ടിയ ആൾക്കും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് നയനക്കും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് അമ്മയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയും നീയും പരസ്പരം സ്നേഹിക്കുന്നത് കാണാനാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് ഈ ജന്മം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആദർശേട്ടാ, ആ ആഗ്രഹമൊക്കെ ആദർശേട്ടൻ മാറ്റി വെച്ചേക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അമ്മായി അമ്മയും മരുമകളും ഒന്നിച്ച കാര്യമൊന്നും നയന ആദർശിനോട് പറയുന്നില്ല. അമ്മായി അമ്മയ്ക്കൊപ്പം ചേർന്ന് മരുമകളും ഇപ്പോൾ അഭിനയിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും കാത്തിരിക്കുകയാണ് മികച്ച ഡിസൈനറുള്ള അവാർഡ് വാങ്ങി നീ വരുന്നത് കാണാൻ. അങ്ങനെ എല്ലാ സ്റ്റാഫിനും നയന അവാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. പക്ഷെ അബിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്കൊരു സന്തോഷവുമില്ലാത്തത്? അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു? എനിക്ക് നല്ല സന്തോഷമാണ്, ഏട്ടത്തിയിലൂടെ നമ്മുടെ കമ്പനി വളരുകയല്ലേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ വളരുന്ന കമ്പനിയെ നീ പിടിച്ച് താഴെ ഇടാതിരുന്നാൽ മതി. എന്നിട്ട് നയനയും ആദർശും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ പവിത്ര അബിയോട് ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ വൈഫിന് ഇത്തരം കഴിവുകളൊന്നും ഇല്ലേ? അപ്പോൾ അബി പറയുന്നുണ്ട്, പിന്നെ അവൾ നല്ലൊരു ഡിസൈനറാണ്, കുടുംബം എങ്ങനെ തകർക്കാം എന്നതാണ് അവളുടെ ഡിസൈൻ. ആ കാര്യത്തിൽ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പോയ അവളുടെ അനിയത്തി പോലും. അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ജലജ ജാനകിയോട് പറയുന്നുണ്ട്, അവൾ അവാർഡ് വാങ്ങി ജ്വല്ലറിയിലേക്ക് പോയി കാണും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ജ്വല്ലറിയിലേക്കാണോ അതോ സ്വന്തം വീട്ടിലേക്കാണോ പോയതെന്നറിയില്ലല്ലോ, ഇനി അതിൻ്റെ പേരിൽ ആദർശ് ഇവിടെ ഫംഗ്ഷനൊക്കെ നടത്തുമെന്ന എൻ്റെ പേടി. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നടത്തുന്നെങ്കിൽ നടത്തട്ടെ, അതിൽ ഞാൻ പങ്കെടുക്കില്ല. പിന്നെ ഞാനാണോ പങ്കെടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ജാനകി. അപ്പോൾ അങ്ങോട്ടേക്ക് കാർ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് ദേവയാനി ഇറങ്ങി വരുന്നുണ്ട്. ഇതാ നമ്മൾ കാത്തിരുന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ജാനകി. എന്നിട്ട് ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, കണ്ടു അവൾ അവാർഡ് വാങ്ങുന്നതൊക്കെ ഞങ്ങൾ ടി വിയിൽ കണ്ടു. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ട് ഏട്ടത്തി എങ്ങനെയാണ് അവിടെ നിന്നത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ അവാർഡ് വാങ്ങാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ അത് മോശമായി പോയി മോളെ,
അപ്പോൾ ജലജ പറയുന്നുണ്ട് ഏട്ടത്തിയെ പ്രഷർ ചെലുത്തിയാണ് അവിടെ എത്തിച്ചത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതും അവളുടെ ഒരു ബുദ്ധിയാണ്. അവൾ അവാർഡ് വാങ്ങുമ്പോൾ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ ഏട്ടത്തി ഉണ്ടാവണമെന്ന് അത് നടത്തിയെടുക്കുകയും ചെയ്തു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതിലെന്താ തെറ്റ്? അങ്ങനെയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ മുൻനിരയിൽ ഇരിക്കേണ്ടത് ഇവൾ തന്നെയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്നാലും അത്രയും നേരം ഇരിക്കാൻ പറ്റിയ പാട് എനിക്കേ അറിയാം. അപ്പോൾ ജലജ പറയുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും അവൾ ഈ തറവാട്ടിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൻ്റെ നന്മയാ സ്നേഹത്തിലോട് കൂടിയാ മോള് ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കുന്നത്. നിനക്കൊന്നും ആ കഴിവ് ഇല്ലാത്തത് ബാക്കിയുള്ളവരുടെ കുറ്റമാണോ? അങ്ങനെ അവരവിടുന്ന് പലതും പറയുന്നുണ്ട്. ഒടുവിൽ മുത്തശ്ശി ദേവയാനിയോട് പറയുന്നുണ്ട് നിനക്ക് നല്ലൊരു ഭർത്താവിനെയും നല്ലൊരു മോനെയുമാണ് ദൈവം തന്നത്. അതിലും ഒരുപടി മുകളിൽ തന്നെയാണ് നിന്റെ മരുമകളും. ഈ ബുദ്ധിയില്ലാത്തവരുടെ കൂടെ ചേർന്ന് നീ അത് കാണാതെ പോകരുത്. അപ്പോൾ ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ മരുമകളുടെ മഹത്വം എന്താണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അമ്മേ എന്ന്. പിന്നെ കാണിക്കുന്നത് നയന ഓഫീസിലിരുന്ന് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നതാണ്. ഫംഗ്ഷനിൽ ദേവയാനി അവൾക്ക് മുത്തം കൊടുക്കുന്നതും അവളോട് അടുത്ത് ഇടപഴകുന്നതും ഒക്കെ അവളിങ്ങനെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. എന്നിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നീ കിനാവുകയാണോ എന്ന്. നയന പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഈ അവാർഡ് നമ്മുടെ വീട്ടിലെ ഹാളിൽ വയ്ക്കുന്നതാണ് നല്ലത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അത് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് നിനക്കിത് നിൻ്റെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും കാണിക്കണ്ടേ? അപ്പോൾ നയന പറയുന്നുണ്ട് അതേ കാണിക്കണം. എന്നാൽ നമുക്ക് ആദ്യം നിൻ്റെ വീട്ടിൽ പോയിട്ട് നിൻ്റെ അച്ഛനെയും അമ്മയും കാണിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഗോവിന്ദനെയും കനകയെയും അവാർഡ് കാണിക്കുന്നുണ്ട്. ഏതായാലും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. നന്ദു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട, അവൾക്ക് ചിക്കൻ ബോക്സ് ആണ്. ബെഡിൽ വേപ്പില ഇട്ട് കിടത്തിയിരിക്കുകയാണ്. നയനക്ക് വിഷമമാകുന്നുണ്ട്. നന്ദുവിനെ കാണിക്കാൻ കൂടിയാണ് ഞങ്ങൾ ആവേശത്തിൽ വന്നത്. പിന്നെ മകളുടെ കഴിവിന് അംഗീകാരം കിട്ടിയതിലുള്ള സന്തോഷമൊക്കെ ഗോവിന്ദൻ ആദർശിനോട് പങ്കുവയ്ക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.